നോക്കടാ എടാ ആരോ വരുന്നുണ്ടാ. ആരോ വരുന്നുണ്ടാ. എടാ വാടാ. പോയാ വേറെ ആരെല്ലാം ഉണ്ടോ നോക്കടാ. ഇല്ല കേറി വേഗം. എന്താ ഞങ്ങള് പാർട്ടിയുടെ ആൾക്കാരാ. വോട്ട് ചോദിക്കാൻ വേണ്ടിട്ട് വന്നയാ. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. നിങ്ങൾ ഈ പാതിരാത്രി ഉറങ്ങി കിടക്കുന്ന ടൈമിലൊക്കെ 12 മണിക്കൊക്കെയാണോ? ഇല്ല, ഈ സമയത്ത് വന്നാലേ കുറച്ച് ആൾക്കാരെ കാണാൻ വേണ്ടിട്ട് വന്നാ പോരാ. ചേട്ടനെ വിളിക്കാം. ഞങ്ങൾക്ക് ചേട്ടനെ വിളിക്കട്ടെ. ഒരു വോട്ട് ചോദിച്ചു വന്നേ പാതിരാത്രി 12 മണിക്ക്. സംസാരിക്കട്ടെ. എനിക്ക് ഈ പ്രാവശ്യം ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം. KDFന്റെ സ്ഥാനാർത്ഥി 14-ാം വാർഡ് നിൽക്കുന്ന. നിങ്ങൾ വോട്ട് ചെയ്യുമോ? എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു വോട്ട് തരണം. എന്റെ ചേട്ടന് ഞാൻ ഒന്നിച്ചേട്ടാ താമസിക്കും. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം എന്തായാലും വോട്ട് തരണം. ഞങ്ങളെ വിജയിപ്പിക്കണം. ഞങ്ങൾക്ക് ഇവിടെ 10 വോട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അതിന്റെ ചെയ്യണം, എന്നാലല്ലേ നമുക്ക് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 50,000 രൂപ കിട്ടിയത്. തവണ അത് കിട്ടിയാലേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. നമ്മളൊരു 25,000 രൂപ തരും. നമുക്ക് അതിൽ കൂടുതൽ തരാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെങ്കിലും നമുക്ക് ഈ പ്രാവശ്യം നമ്മളെ സഹായിക്കണം. നമ്മുടെ നിവർത്തിയേട് കൊണ്ട് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂവാ. തോക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ രാത്രി ഇങ്ങനെ ഇറങ്ങിയത്. നിങ്ങളൊരു 25,000 രൂപക്ക് സമ്മതിക്കും. വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാ. നിങ്ങൾ നമ്മളെ സഹായിക്കണം. പറ്റത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞത് പറ്റുമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, 50,000 രൂപ തരാം. ഞങ്ങൾക്ക് തന്നെ ചെയ്യണം. അതത്രേ ഉള്ളൂ. നമ്മൾ പറയുന്ന വാക്ക് പാലിക്കും. അതിനകത്ത് മാറ്റമൊന്നും വരുത്തരുത്. മാറ്റമൊന്നും കൂടെ വേറെ ചേട്ടൻ മേടിച്ചു. ഇത് 50,000 ഉണ്ട്. നമ്മളെ ചതിക്കരുത്. നമുക്ക് തന്നെ ചെയ്തു തരണം. അത് ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യും. എടാ വാടാ. ലൈറ്റ് ഓഫ് ആണ്. ലൈറ്റ് ഓഫ്. നീ ഇറങ്ങിയോ? വണ്ടി പാർട്ടിക്ക് വരാൻ തോന്നുന്നു. നീ വാ. എന്താണ് ഞങ്ങള് വോട്ട് ചോദിച്ചു വന്നേ പാർട്ടിക്കാരെ. രാത്രി ഇവിടെ സംസാരിക്കാം. നമുക്ക് കഥ വെച്ചിട്ട് ഞങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. ഞങ്ങളുടെ പ്രസ്റ്റേജിന്റെ ഇഷ്യൂ ആയിട്ട് ഇറങ്ങിയത്. പ്രസ്റ്റേജ് ഇഷ്യൂ എത്തണ എങ്ങനെ ഞങ്ങൾ ജയിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എന്നിട്ട് തോറ്റുപോയി, അറിയാമല്ലോ. ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് കാര്യം ഞങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? നിങ്ങൾക്ക് ഗുണമുള്ളത് വോട്ട് ചെയ്ത് ജയിച്ചേച്ച് നിങ്ങളങ്ങ് പോകും. ഇല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. യാതൊരു ഗുണവും. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കറണ്ട് ചാർജ്, വെള്ളത്തിന്റെ ചാർജ് എല്ലാം കൂട്ടിയിട്ടിരിക്കുക. ഈ അത്താഴപ്പട്ടിക്കാരായ ഞങ്ങള് കൂലിവേലക്കാരാ. ഞങ്ങളെ ഇത്തവണ ഒന്ന് ജയിപ്പിച്ചു നോക്കും. ഇതൊക്കെ പറ. അറിയാമല്ലോ ഞങ്ങളുടെ കാര്യങ്ങൾ. ഞങ്ങൾ കഴിഞ്ഞ തവണ തോറ്റേന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. ഇത്തവണയെങ്കിലും ജയിക്കണം. എല്ലാ കാര്യവും അറിയിച്ചാലും മതി. ചേട്ടാ, ഇത്തവണ നമ്മളോടൊന്ന് പരിഗണിക്കണേ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു. സഹായിക്കണേ. ദൈവത്തെ ഓർത്ത് കൈവിടരുത്. ദൈവത്തെ ഓർത്ത് എന്ത് വേണം. എന്ത് സഹായിക്കണം പറയുന്നത്? വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാ രീതിയിലും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് കഴിഞ്ഞ് നിങ്ങളങ്ങ് പോകും. കഴിഞ്ഞോണ ഒരുപാട് അങ്ങനെയല്ല. അല്ല, കഴിഞ്ഞോണ ഒരുപാട് അല്ല നിങ്ങളെ അതല്ല കഴിഞ്ഞോണ ഒരുപാട് നഷ്ടങ്ങളാണ്. ഞങ്ങളെ സഹായിക്കണം. അതിന് ചില കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം. എന്താണെന്ന് വെച്ചാൽ അതെന്താന്ന് വെച്ചാൽ പറ. അല്ല, എന്ത് വേണേലും ചെയ്യാം. അതിനെന്ത് വേണമെങ്കിലും അതിനെന്ത് വേണേലും ഉണ്ട്. അതന്നെ. ഈ 10 വോട്ടിന് നിങ്ങൾ എന്തോ ഉദ്ദേശിക്കും? എന്നാലും ഞങ്ങൾ ശ്രമിക്കാം. 25,000 രൂപ ഒന്നും വരത്തില്ല. വെറുതെ പൈസ 50,000 രൂപ. 50,000 ചെറുക്കൻ പറഞ്ഞോണ്ട് 50,000 രൂപ ഉറപ്പിച്ചു. 50,000 രൂപയാണ് ഉറപ്പിച്ചത്. 50,000 രൂപ നമുക്ക് സെറ്റാക്കും. ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം.
ഇനിയും പൈസകൾ കൊണ്ട് ആളുകൾ വരും. വോട്ട് ആർക്കും വിലക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. വോട്ട് ആർക്ക് ചെയ്യണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. അതെ.